റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ആയാലും കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ആയാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടെൻഷൻ പിടിച്ച ഒരു കാര്യമാണല്ലേ. എന്നാൽ ഇതിനെല്ലാം സൊല്യൂഷനായ ബിൽഡേ ടീമിന്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. സോ നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ബിൽഡേ ഗ്രൂപ്പിന്റെ സിഇഒ മിസ്റ്റർ നവാസ് സർ നമ്മുടെ കൂടെയുണ്ട്. ഹലോ സർ. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പുറം നാടുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ താരതമ്യേന ഇത് പുതിയത് തന്നെയാണ്. അപ്പോൾ സർ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്? ആക്ച്വലി ഞാൻ ഡിഗ്രി ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ സിവിൽ ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം ഒരു സിവിൽ ഫീൽഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. എങ്കിലും ഒരു എൻ്റർപ്രണർ ആവുക എന്നത് എൻ്റെ വലിയൊരു അംബീഷനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചിൻ്റെയും പഠനത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ബിൽഡേ തുടങ്ങുന്നത്. 2015 ബിൽഡേ എന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങുന്നത്. ജനങ്ങൾക്ക് അത്ര തന്നെ പരിചിതമല്ലാത്ത പുതിയൊരു രീതി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചേഴ്സ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതെന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ഈ ഒരു പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു വലിയ കടമ്പ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയൊരു എൻജിനീയേഴ്സ് ടീമിനെയും ഒരു എക്സലൻ്റ് വർക്കേഴ്സിനെയും കണ്ടെത്തുക എന്നതിന് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ബിൽഡേ എന്ന ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ബ്രാൻഡ് ആക്കുക എന്നതിന് ഒരു വലിയൊരു ശ്രമകരമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത്തരം ചാലഞ്ചസിനെ മറികടന്നുകൊണ്ട് സർ മുന്നോട്ട് വന്നത്? ആക്ച്വലി ഞങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇൻറ്റൻസീവ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് സ്കില്ലഡ് ലേബേഴ്സിനെ കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂസ് ലേണിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ബിൽഡേ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ടീമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബിൽഡേ ഒരു സക്സസ്ഫുൾ ബ്രാൻഡാണ്. പക്ഷെ ദിവസം കൂടുന്തോറും ടെക്നോളജീസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബിൽഡേ ബ്രാൻഡിനെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? ആക്ച്വലി സ്റ്റീൽ സ്ട്രക്ചർ ഏരിയ മാത്രമല്ല, ഞങ്ങൾ ജനറൽ കൺസ്ട്രക്ഷനും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അതിലും ഞങ്ങളുടെ സ്റ്റാഫിന് ഓൾറെഡി ഞങ്ങളൊരു അവയർനെസ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്വാളിഫൈഡ് സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിനെയാണ് ഞങ്ങളിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് ഉൾപ്പെടെ ഹൈ എക്സ്പീരിയൻസ്ഡ് ഡിസൈനേഴ്സാണ് ഓൾറെഡി ഇപ്പോൾ ബിൽഡേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട് ബിൽഡേനെ ഞങ്ങളൊരു ഹൈ പ്രൊഫഷണൽ ടീമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ രീതിയുടെ ഭാവി എന്താണ് സർ? എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവർക്കും ആവശ്യം ഫ്ലെക്സിബിൾ ആൻഡ് സ്പീഡ് കൺസ്ട്രക്ഷൻ മെത്തേഡുകളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ ബിൽഡേ ചെയ്യുന്നത് അവരുടെ ഓൺ ഫാക്ടറിയിൽ എല്ലാം മേക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി അസംബിൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിൽഡേ ഇപ്പോൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ബിൽഡേയുടെയും സ്റ്റീൽ സ്ട്രക്ചറിൻ്റെയും ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. താങ്ക് യു സോ മച്ച് സർ. ബിൽഡേ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡായി മാറാൻ സാധിക്കട്ടെ. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.